ഇന്ന് നമ്മുടെ സുപ്രീം കോടതി അഭിഭാഷകനും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായ കപിൽ സിബലിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് MEA, പാസ്പോർട്ട് ഈസ് എ ട്രാവൽ ഡോക്യുമെൻറ്റ് ആൻഡ് നോട്ട് എ ഡോക്യുമെൻറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ്. അതായത് പാസ്പോർട്ട് ഒരു യാത്രാരേഖ മാത്രമാണ്, അത് സിറ്റിസൺഷിപ്പിൻ്റെ ഒരു ഡോക്യുമെൻ്റ് അല്ല. വിച്ച് ഡോക്യുമെൻറ്റ് ദെൻ ഈസ് ദ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ്? എന്താണ് പിന്നെ ഈ സിറ്റിസൺഷിപ്പിൻ്റെ പ്രൂഫ്? BLO ക്യാൻ ഡൗട്ട് മൈ സിറ്റിസൺഷിപ്പ്, ഡിപ്രീവ് മീ ഓഫ് മൈ വോട്ട്. അതിന് മറുപടി പുള്ളി പറഞ്ഞത്, BLO ഉണ്ടല്ലോ, ബൂത്ത് ലെവൽ ഓഫീസർ, അദ്ദേഹത്തിന് എൻ്റെ എല്ലാ രേഖകളും, അവസാനം ഞാൻ എടുക്കുന്ന പാസ്പോർട്ടാണെന്നല്ല, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാൻ, അതുവരെ സംശയിച്ചാൽ പിന്നെ എൻ്റെ വോട്ട് നിഷേധിക്കാം. ഫലം എന്താണ്? BJP വിൻസ് ദ ഇലക്ഷൻ. BJP ഇലക്ഷൻ ജയിക്കും, ഓവർ ടു സുപ്രീം കോർട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആൾ സുപ്രീം കോടതിയെ സമീപിക്കണം. സത്യത്തിൽ ഓരോ പൗരൻ്റെയും അവരവരുടെ നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്റ് എല്ലാ രാജ്യത്തിനും ഉണ്ട്. ഓരോ രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ഈ നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്. അമേരിക്കയ്ക്കാണെങ്കിൽ പൊതുവേ ഒരു നാഷണൽ ID ഇല്ല. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ID ഉണ്ട്. പിന്നെ നികുതി ആവശ്യങ്ങൾക്കും ജോലി ലഭിക്കാനുമൊക്കെ ആയിട്ട് സെക്യൂരിറ്റി നമ്പർ എന്നു പറഞ്ഞിട്ട് SSN എന്ന് പറയുന്ന ഒരു നമ്പരുമുണ്ട്. ഇതെല്ലാം ആ രാജ്യത്ത് ഒരു പൗരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ട രേഖകളായിട്ടാണ് പരിഗണിക്കുന്നത്. UK പ്രധാനപ്പെട്ട ഈ തിരിച്ചറിയൽ രേഖ അല്ലെ പൗരത്വ രേഖ എന്ന് പറയുന്നത് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ ദേശീയ തിരിച്ചറിയൽ കാർഡുകളൊന്നുമില്ല. സർക്കാർ ആനുകൂല്യങ്ങൾക്കും ജോലിക്കുമായി നാഷണൽ ഇൻഷുറൻസ് നമ്പർ അഥവാ NIN എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട രേഖകൾ സംസ്ഥാനങ്ങൾ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഫോട്ടോ ID കാർഡാണ്. കൂടാതെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അതുപോലെ മറ്റു പല രേഖകളും എല്ലാം കൂടി ചേർത്ത് ഒരു 100 പോയിൻ്റ് ഐഡൻറ്റിറ്റി ചെക്ക് രീതിയാണ് ഇവർ പിന്തുടരുന്നത്. ഫ്രാൻസിനാണെങ്കിൽ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡാണ്. ഇത് കൈവശം വെക്കുന്നത് നിയമപരമായി നിർബന്ധമല്ലെങ്കിലും പൗരത്വം തെളിയിക്കാനും യൂറോപ്യൻ യൂണിയനിലേക്ക് യാത്ര ചെയ്യാനും ഫ്രഞ്ച് പൗരന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിജിറ്റൽ പതിപ്പും ഇപ്പോൾ ലഭ്യമാണ്. സൗദി അറേബ്യയിൽ പോകുന്നവർക്കറിയാം, വിദേശത്തുനിന്ന് ചെല്ലുന്നവർക്ക് ഇക്കാമയുണ്ട്. പിന്നെ ആ രാജ്യത്തുള്ളവർക്ക് നാഷണൽ ID കാർഡുണ്ട്. അതിന് പ്രാദേശികമായൊക്കെ പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ട്. ചൈനയിലുണ്ട് ഒരു റെസിഡൻ്റ് ഐഡൻറ്റിറ്റി കാർഡ്. അതിന് ചൈനീസ് ഭാഷയിൽ ഷെൻഫെൻജങ് എന്ന് പറയും. അങ്ങനെ ഒരു കാർഡാണ് അവിടെയുള്ളത്. റഷ്യയിലാണെങ്കിലോ ഇൻറ്റേർണൽ പാസ്പോർട്ട് 14 വയസ്സ് തികയുമ്പോൾ എല്ലാ പൗരന്മാർക്കും ഇത് നിർബന്ധമാണ്. അങ്ങനെ ഒരു ഇൻറ്റേർണൽ പാസ്പോർട്ടുണ്ട്. വിദേശയാത്രയ്ക്ക് ഒരു എക്സ്റ്റേണൽ പാസ്പോർട്ടുമുണ്ട്. ഇതെല്ലാമാണ് ഓരോ രാജ്യത്തിൻ്റെയും രേഖ. നമ്മുടെ രാജ്യത്ത് റേഷൻ കാർഡ് ഒരു പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞു. ആധാർ കാർഡ് ഒരു പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞു. പാൻ കാർഡ് ഒരു പൗരത്വ രേഖയല്ല എന്ന് പറഞ്ഞു. പാൻ കാർഡ് ഐഡൻറ്റിറ്റിക്ക് പോലും ഉപയോഗിക്കാറില്ല. പിന്നെ എല്ലാവരുടെ കയ്യിലും ഉള്ളതെന്താ? വോട്ടേഴ്സ് കാർഡ് അല്ലെങ്കിൽ വോട്ട് ചെയ്തു എന്ന് പറയുന്നതും ഒരു പൗരത്വ രേഖയല്ല. പിന്നെ ആകെ എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് പറയുന്ന ഉറപ്പുള്ളതെന്ന് വിശ്വസിച്ചിരുന്നത് എന്താണ്? പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ടും കൂടി യാത്രാരേഖയാണ്, പൗരത്വ രേഖയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പൗരത്വമേ ജീവിതം. പിന്നെ രാവിലെ മുതൽ നേരം വെളുക്കുമ്പോൾ ഇത് മതിയോ എൻ്റെ പൗരത്വം എന്ന് ചോദിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അവർ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇതല്ല നിൻ്റെ പൗരത്വം എന്ന് പറഞ്ഞാൽ പൗരത്വം പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പെട്ടെന്ന് തന്നെ MEA രംഗത്ത് വന്നു. ഇതൊരു പുതിയ തീരുമാനമല്ല. പാസ്പോർട്ടിനെ കുറിച്ച് പണ്ട് മുതൽ അങ്ങനെയാണ് പറഞ്ഞത്. പാസ്പോർട്ടിനെ കുറിച്ച് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞവരൊന്നും ഇവിടെങ്ങും ആരെയും പിടിച്ചുകൊണ്ട് പോവുകയും പൗരന്മാരല്ലെന്നും പറഞ്ഞ് ഓടിച്ചു എന്ന് അവകാശപ്പെടുകയും അവരെ പിടിച്ച് ജയിലിലിടുകയും അവരെ ജയിലിലിടാൻ വേണ്ടി വലിയ സംഗതികൾ ഉണ്ടാക്കുകയും ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ആളുകൾക്കെല്ലാം എന്ത് സംഗതി, ഇനി സതുദ്ദേശത്തിൽ പറഞ്ഞാൽ പോലും ഈ രാജ്യത്തെ ഈ സർക്കാരിൻ്റെ നടപടികളെ ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിപ്പം നിങ്ങളൊക്കെ പറയാം അത് വിദേശികളാണ്, അല്ലാതെ ഇവിടെ ഉള്ളവരാരും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ എടാ ഇവരുള്ളവരാണെന്ന് ഇതൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ളവരെന്തോ ചെയ്യും? എന്ത് കാണിച്ചാണ് ഈ രാജ്യത്തിൻ്റെ പൗരനാണെന്ന് പറയുക? ജനിച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് കൃത്യമായി കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ.
ഇതിന് മുമ്പുള്ളവർക്കൊന്നും ജനിച്ച സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. പള്ളിക്കൂടത്തിൽ പഠിക്കാൻ ചെന്നപ്പോൾ അടക്കം എഴുതി വെച്ചതാ. ഇനി പഠിക്കുന്നതാണ് രേഖയായിട്ടെടുത്താൽ ഇന്ത്യയിലെ എത്ര ശതമാനം ആളുകൾ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട് ഒരു കാലത്ത്? അപ്പോൾ അതുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ കിണ്ടലോടെ കിണ്ടലാണ്. ഏതെങ്കിലും ഒരു സംഗതി എടുത്തു വെച്ച് കിണ്ടുകയാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജീവിതത്തിന് വല്ല ഗുണകരമായ വല്ലതുമാണോ? ഒന്നുമല്ല. ഇവിടെ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ പൗരനാണോ അല്ലയോ എന്ന് പറയുന്നത് ഇപ്പുറത്ത് താമസിക്കുന്നവന് വല്ല കാര്യമുണ്ടോ? യവനും ജോലിക്ക് പോകുന്നു, അവനും ജോലിക്ക് പോകുന്നു. യവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛനും ഉമ്മയൊക്കെ ഉണ്ട്. അവൻ്റെ വാപ്പായും ഉമ്മായും ഉണ്ട്. അവിടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്. എല്ലാവരും ജീവിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഓരോരോരോ സംഗതികൾ കൊണ്ടുവന്ന് ഒരു സമൂഹത്തിൽ ഇത് രേഖയല്ല, അത് രേഖയല്ല, ഇത് രേഖയല്ല. എന്നാൽ പിന്നെ ഈ രേഖ എടുക്ക്, കയ്യിലുള്ള രേഖ. അതെന്തായാലും ഈ ഭൂമിയിലേക്ക് വന്നപ്പം ദൈവം തന്ന ഒരു സാധനമാണല്ലോ. എന്താ കഥ?